ഇത്തവണത്തെ പൊങ്കാലാനുഭവം എങ്ങനെയുണ്ടെന്ന് പങ്കുവയ്ക്കുക. സന്തോഷം. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇടാൻ പറ്റി. അതാണല്ലോ നമ്മളെല്ലാവരും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. എല്ലാ കൊല്ലവും അമ്മയുടെ നടയിൽ പൊങ്കാല ഇടാൻ സാധിക്കട്ടെ, അമ്മ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇപ്രാവശ്യം അമ്മ അനുഗ്രഹിച്ചു. പക്ഷെ ഇപ്രാവശ്യം ഞാനല്ല, മോനാണ് ഇട്ടത്. അവന് ഭയങ്കര ഒരു ആഗ്രഹം. കുഞ്ഞുനാൾ മുതലേ കണ്ടു വളർന്നു. അപ്പോൾ പറഞ്ഞു അമ്മ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ മോനെ ഇപ്രാവശ്യം ഇട്ടു. സന്തോഷം. അതും ഭഗവാന്റെ ദേവിയുടെ ഒരു അനുഗ്രഹമല്ലേ. സന്തോഷമായിട്ടിരിക്കുന്നു. സാധാരണ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുടുംബത്തോടൊപ്പം എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അതെ, ഇപ്രാവശ്യം ഏട്ടനും മൂത്ത മോനും അവിടെ വർക്ക് നടത്തുക കൊച്ചിയിൽ. അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ ഞാനും രണ്ടാമത്തെ മോനും കൂടെയാണ് ഇപ്രാവശ്യം ഇട്ടത്. മോൻ എന്ത് പറഞ്ഞു, എക്സ്പീരിയൻസ് എന്ത് പറഞ്ഞു ആദ്യമായിട്ട് പൊങ്കലിട്ടാൻ? ഇഷ്ടമാണ്. ഇനിയിപ്പം എന്താ പറയുക, ഒരു ആവേശം ഉണ്ടല്ലോ ആദ്യമായിട്ട് ഇടുമ്പോൾ ഒരു സന്തോഷം. മാത്രമല്ല നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇപ്രാവശ്യം ഇട്ടത് മിക്കവാറും ഇവിടെ ഇട്ട അമ്മമാരുടെ മക്കളാണ് ഇപ്രാവശ്യം ഇട്ടത്. അപ്പോൾ അതൊരു സന്തോഷം. എല്ലാവരെയും ഒന്ന് പഠിപ്പിക്കും. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരാണ് മിക്കവരും പൊങ്കാല ഇട്ടത്. അപ്പം അതൊരു സന്തോഷമല്ലേ. ഓക്കെ, നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഈ കൈമാറുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചേച്ചിയുടെ? നല്ലതല്ലേ. ഏറ്റവും കൂടുതൽ പാരമ്പര്യമായിട്ട് നമ്മൾ അമ്മമാർ കൈമാറുന്നത് ഒരു സത്യം. അതിനേക്കാട്ടിലും വലുതെന്താ അറിയോ, അമ്മ ഓരോ ജീവിതത്തിലും ഓരോ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ നമ്മളെ ഒരു അമ്മയെ പോലെ ഇരുന്ന് മക്കൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ ഒരു അമ്മ തരുന്ന സ്നേഹം കൂടുന്നു. അപ്പോൾ എത്രയായാലും അങ്ങനെയാണ് അമ്മയ്ക്ക് അത്രയും മക്കൾ ഉണ്ടായത്. ഇവിടെ പൊങ്കാല ഇടാൻ വന്നത് അന്യനേരത്തിൽ നിന്നൊക്കെ വന്നിട്ട് പൊങ്കാല ഇടുന്നില്ലേ. ശരിക്കും അമ്മ കൊടുക്കുന്ന ഓരോ സ്നേഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പുറത്താണ് ശരിക്കും ആളുകൾ. ഓക്കെ, എല്ലാ തവണയും വീട്ടിൽ തന്നെയാണ് ഇടുന്നത്? അതിനെക്കുറിച്ച് കോവിഡിന് ശേഷമാണ് ഇവിടെ ഇടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അവിടെ തന്നെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്തായത്. കാരണം ഏട്ടൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊങ്കാലയും അതിൻ്റെ ആ ഓളവും എല്ലാം കൂടെ കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ അതിപ്രാവശ്യം 2 കൊല്ലമായിട്ട് അമ്മ പോയി. അപ്പോൾ അമ്മയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ അമ്മ എപ്പോഴും അമ്മയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഓളം അമ്മയ്ക്കും കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇടാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഈ വരാതെ വന്നിരിക്കും. പക്ഷെ ഇപ്രാവശ്യം 2 കൊല്ലമായിട്ട് അമ്മയില്ല. പക്ഷെ ആ ഒരു അമ്മ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങിട്ട്. ഇനിയിപ്പോൾ അതുപോലെ അടുത്ത വർഷം ഇവിടുത്തെ വീട് തന്നെ ആയിരിക്കും നിശ്ചയിക്കുന്നത്. അമ്മ നിശ്ചയിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇവിടെ, അതല്ല ആറ്റുകാൽ അമ്പലത്തിൻ്റെ നടയിലിടാനാണ് ആഗ്രഹം. അങ്ങനെ അമ്മ നിശ്ചയിക്കുന്ന എവിടെയോ അവിടെ ഇടും. ഇതാണ് ഷാജിയേട്ടൻ ഇല്ല വിളിച്ചോ പൊങ്കാല പിന്നെ ഇപ്രാവശ്യം ലൈവ് പോയി വന്നു. ഏട്ടൻ ലൈവ് വന്നു പോയത്. എന്ത് പറഞ്ഞു? സന്തോഷം. ദേവിയുടെ അനുഗ്രഹമല്ലേ ഇല്ല. അപ്പോൾ ഏട്ടൻ അവിടെ മകം തൊഴാൻ പറ്റി. ചോറ്റാനിക്കരയിൽ ചെന്നിട്ട് ഇവിടെ എനിക്ക് പൊങ്കാല ഇടാൻ സാധിച്ചു. അമ്മയുടെ അനുഗ്രഹമായിട്ട് മകൻ സിനിമയിലോട്ട് എൻട്രി ആവുകയാണ്. അതിനെക്കുറിച്ച് എന്താണ്? ദേവി നിശ്ചയിക്കട്ടെ. അമ്മ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ദേവി കൊടുക്കുന്നതല്ലേ. നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ കർമ്മഫലവും അമ്മയല്ലേ തരുന്നത്. അമ്മ തന്നത് നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നു. ബാക്കിയെല്ലാം എല്ലാം ഞങ്ങളുടെ വിശ്വാസം എന്താ വെച്ചാൽ ഏത് കർമ്മം ചെയ്താലും അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കും. ബാക്കി അമ്മ തരുന്ന റിസൾട്ട്. മകനെ സ്പെഷ്യൽ ഇതുവല്ലോ ഒരുക്കിയിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 5 പേർക്ക് ഇത്രയേ ഉള്ളൂ. ഈ കൊല്ലം അമ്മ എന്ത് കർമ്മങ്ങൾ തന്നു. ഇപ്പം മൂത്ത മോൻ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തു. ഏട്ടൻ ഫിലിം ചെയ്യാൻ പോകുന്നു. ഇളയ മോൻ ഫിലിമിലേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം അമ്മ തന്ന കർമ്മമാണ്. നമ്മൾ ചെയ്തിട്ട് ആ കർമ്മം അമ്മയുടെ പാദത്തിൽ വെക്കുക വിത്ത് യുവർ സിൻസിയറിറ്റി. പിന്നെ നമ്മുടെ 100% എഫേർട്ടും ഡെഫിനറ്റ്ലി ഉണ്ട്. അത് അമ്മ തരുന്ന പോലെ പാദത്തിൽ കൊടുക്കും. അതൊക്കെ അമ്മ തരുന്ന റിസൾട്ട്. അതിലാണ് ഒരുപാട് വിശ്വാസം. ഓക്കെ, ഓക്കെ, താങ്ക് യു.